എന്നാ ആ ചേട്ടൻ ചിരിക്കാം ക്യാമറ. അതെങ്ങനെ ചിരിച്ചേ? ആ ചിരി അടിപൊളിയായിട്ട് കിടപ്പുണ്ട് ഇപ്പോഴും. ഡബിങ്ങിന് സാധ്യത ഉണ്ടായിരുന്നു. പശുവിന്റെ കേസിൽ തന്നെ അതൊരു കുറച്ചുകൂടെ ഗട്ട്സ് വേണ്ട ഒരു പരിപാടിയല്ലേ? ഇപ്പൊ ആലോചിക്കുമ്പോ അതൊരു മണ്ടത്തരായിരുന്നു. ശരിക്കും ഞാൻ വിചാരിച്ചില്ല അങ്ങനെ ഒരു ആൻസർ. സ്റ്റേജിൽ പോയി അങ്ങനെ പറയാ? അങ്ങനെ പറഞ്ഞൂടെ? ഏത് കാര്യത്തിനാണ് കൂടുതൽ? അത് ഞാൻ അമ്മ വന്നിട്ട് പറയാം. ശരിക്കും പാട്ട് പഠിക്കാത്തതിന്റെ കാരണം അമ്മ പഠിപ്പിക്കുന്നതുകൊണ്ടാണോ? എന്നാ അച്ഛൻ്റെ അടുത്ത് പഠിച്ചൂടെ? അമ്മയുടെ അടുത്തേ പഠിച്ചില്ല, അച്ഛൻ്റെ അടുത്ത് ആരെങ്കിലും. ഞങ്ങൾ തോറ്റുപോയ ഒരേ ആളാണ് ഇദ്ദേഹം. എടി രജനീഷ് വരുന്നുണ്ട്. രജനീഷ് വരുന്നുണ്ട്. ഈ പെണ്ണിനെ കൂടെ ഇന്റർവ്യൂ എടുത്താൽ നമ്മൾ കൊള്ളമാവും. മലയാളത്തിലെ ചെറവൊക്കെ അറിയുള്ളൂ. മലയാളത്തിൽ അതെങ്ങനെ നിനക്കറിയാം? പട്ടി. അയ്യ പറയണ്ട. അമ്മേനെ വഴക്കുറയും ചെറിയ വയസ്സിലെ. ശിവാംഗി കൃഷ്ണകുമാറാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ് ശിവാംഗി. ഹായ്. ശിവാംഗി ആലിയ ഭട്ടിനെ പോലെ ഉണ്ടോ ഇപ്പോ ക്യാമറയിൽ നോക്കി? അറിയില്ല. അറിയില്ല. ആലിയ ഭട്ടിനെ ഭയങ്കര ഇഷ്ടമാണോ ശിവാംഗി? ഭയങ്കര ഇഷ്ട. അപ്പൊ ഈ ക്യാമറാമാനോട് പറഞ്ഞോ ആലിയ ഭട്ടിനെ പോലെ ആക്കി തരാൻ വേണ്ടിട്ട്, ആംഗിളൊക്കെ മാറ്റിയിട്ട്? അതാ ആംഗിളൊക്കെ മാറ്റാൻ ട്രൈ ചെയ്തു. പക്ഷെ ഇന്നെന്റെ ദിവസം ഇങ്ങനെയാ, ഫുൾ ഫേസ് വന്ന് ഇത് ക്യാമറ ഫേസ് ആയതുകൊണ്ട് പറവല്ലോ. പക്ഷെ ഒരു സൈഡ് ആരെ പോലെയാ അപ്പോ? ബിന്നി കൃഷ്ണകുമാറിനെ പോലെ? ഇല്ല, അതെന്താന്നറിയോ, എന്റെ ഒരു സൈഡ് ഓഫ് ദ മൂഞ്ചിരിക്കുന്നു അത് വന്ന് കുറച്ച് ഒരുമാതിരി നല്ല സ്ലിം ഉണ്ടാവും. ഈ സൈഡ് കുറച്ച് കവിള് ചാടിയതാ. സോ അതുകൊണ്ട് ഞാൻ എപ്പോ ഫോട്ടോ എടുക്കുമ്പോ കൂടെ ഇങ്ങനെയാ ഞാൻ കൊടുക്കുള്ളൂ, അവിടെ ഞാൻ ഇങ്ങനെയാ കൊടുക്കുള്ളൂ. പക്ഷെ ഇപ്പോ ഇത് ആംഗിൾ ഇങ്ങനെ ആയതുകൊണ്ട് ശരി പറവല്ലോ. എവിടെ തൽക്കാലം ക്ഷമിച്ചു. ക്ഷമിച്ചെങ്കിലും ശിവാംഗി ഇപ്പൊ ശിവാംഗി സ്റ്റാർ ആകുന്നത് എ.ആർ. റഹ്മാൻ സാറിന്റെ പാട്ടുപാടിയത് കൂടെ കൊണ്ട് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ ശ്വേത ഇവിടെ പാടിയ പാട്ട് അവിടെ വന്ന് മലയാളത്തിൽ പാടാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. എന്താന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും ബിന്നി കൃഷ്ണനുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്, എ.ആർ. റഹ്മാൻ സാറുമായിട്ടൊരു കണക്ഷൻ വന്നു. അപ്പൊ ഭയങ്കര രസമുള്ള ഒരു പരിപാടിയല്ലേ അത്? കറക്റ്റ്. അതായത് ചെറിയ വയസ്സിൽ കൂടെ ഇങ്ങനെ നടക്കുന്നു ഞാൻ ആലോചിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോ ശ്വേത ചേച്ചിയാണോ എനിക്ക് മുമ്പേ അമ്മയുടെ അടുത്ത് പഠിക്കാൻ തുടങ്ങിയത്. ഞാൻ ഇന്ത്യ വரைக்கும் പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. കണ്ടിപ്പാ അതിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ വെച്ച്. അതെ, അത് തീർച്ചയായിട്ടും ഉണ്ട്, അത് വരും. ശ്വേത ചേച്ചി പാടിയ പാട്ട് എനിക്കൊന്ന് ദിടീർന്ന് ഒരു ദിവസം കോൾ വന്നു. ഇവിടുന്ന് 10 മിനിറ്റേ ഉള്ളൂ റഹ്മാൻ സാറിന്റെ സ്റ്റുഡിയോ കോടമ്പാക്കത്തില്, പഞ്ചതൻ റെക്കോർഡിങ്. സോ അവിടെ പോയിട്ട് വാട്ടർ പാക്കറ്റ് സോങ് ഓൾറെഡി അതൊന്ന് ഹിറ്റായിരുന്നു. വാട്ടർ പാക്കറ്റ് സോങ്ങിന്റെ മലയാളം പാടാൻ വരുമോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വരാൻ പറഞ്ഞിട്ട് കഴിച്ചോണ്ടിരുന്നു. കഴിക്കുന്നെല്ലാം നിർത്തിയിട്ട് ഞാൻ ഓടിപ്പോയി. അതെ, അന്ന് അമ്മ അപ്പാവും ഊരിലില്ല, അവര് ഒന്ന് ട്രിവാൻഡ്രത്തിൽ ഒന്ന് കച്ചേരിയിലുണ്ടായിരുന്നു. അപ്പൊ എന്റെ ബ്രദർ അവിടെ വണ്ടിയെല്ലാം പോവില്ല, ഭയങ്കര സ്മോൾ റോഡ്. അപ്പൊ ഞങ്ങള് രണ്ടുപേരും സ്കൂട്ടിയിൽ പോയിട്ട് അവനെ ഡ്രോപ്പ് ചെയ്ത് തിരിച്ച് വീട്ടിൽ വന്നു. നമുക്ക് രണ്ടുപേരും പാടാം. നീ അടുത്ത് വരുന്നോലപ്പട്ടമായി ചുമ്മാ നടക്കും മധുര കട്ടിയ എന്നോയിൽ പതിച്ചു വെച്ചോന അലിയാലുവ പോലെ പുഞ്ചിരിച്ചോന മനസ്സാൽ എനിക്ക് ഒരു പഞ്ഞി മിഠായ, ആഹാ പഞ്ഞി മിഠായ, അയ്യോ പഞ്ഞി മിഠായ സോചാവാ മടിത്തടത്തിൽ രാവിലെ വിളിച്ചാഞ്ച് ചുമ്മാ ചാടാതെ കരിമിഴിയെ വാട്ടർ പാക്കറ്റ് കണ്ണ് ഈ കാട്ടുമുളക് പോലെ ഞാൻ എരിവറിഞ്ഞ നെഞ്ച് ഈ മനസ്സ് കൊളുത്തി എന്നെ നീ മീനെ പോലെ റാഞ്ചി. അടിപൊളി. ഇത് ധനുഷ് ശരിക്കും അമ്മയുടെ ശിഷ്യനാണെന്നുള്ളത് ഞാൻ ഇന്നലെയാണ് മനസ്സിലാക്കിയത്. താങ്ക് യു. അത് അടിപൊളിയല്ലേ? അതെ. അപ്പൊ എത്ര കണക്ഷനാണ് വരുന്നത് ഈ ഒരു പടത്തില്? എല്ലാമേ അമ്മ റിലേറ്റഡ് ആയിട്ട് വരുന്നു. ഓമനെ കുഞ്ഞേ നിന്നെ, ആ പാട്ട് ഓർമ്മയുണ്ടോ ശരിക്കും പാടിയതിനെ കുറിച്ച്? ജയചന്ദ്രൻ സാറിന്റെ ആദ്യത്തെ പാട്ടാണ് ശിവാംഗിയുടെ. ഓർമ്മയുണ്ട്, എനിക്കെന്തോ ഓർമ്മയുണ്ടെന്നാ. ഒരുമാതിരി ഞാൻ വീട്ടിലേതോ ചെയ്തോണ്ടിരുന്നു, എന്നെ ദിടീർന്ന് എവിടെയോ കടത്തി കൊണ്ടുപോയി ഒരു സ്റ്റുഡിയോയിൽ നിർത്തിയിട്ട് മൈക്ക് മുன்னாடி നിക്കാൻ വയ്ക്കുന്നു. പാടെന്ന് പറയുന്നു, പാടാൻ വരുന്നില്ല. എന്നിട്ട് എന്തായിരുന്നു, ഐ തിങ്ക് അങ്ങനെ റാൻഡമാ റെക്കോർഡ് ബട്ടൺ സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കിയാ ആ ലൈന് പഞ്ചാര ഉമ്മ തരാൻ വാ അത്
അത് പുറകിൽ അപ്പാവും അമ്മാവും നിന്നോണ്ടിരുന്നു. നിന്നിട്ട് പാടുന്ന് എനിക്ക് എന്താ ഞാൻ ഏതോ ചെയ്തോണ്ടിരുന്നു. ദിടീർന്ന് എന്നെ ഒരു സ്റ്റുഡിയോയിൽ നിൽക്കുക വെച്ചിട്ട് പാടുന്നത്. എന്നിട്ട് അത് വേറെ അങ്ങനെ പാടിയിട്ട് കുറച്ചേരം നിന്നിട്ട് பார்த்தா ദിടീർന്ന് ഇക്കിളി മുട്ടി അമ്മ. എന്നിട്ട് നോക്കിയാ ചിരിച്ചു. എന്നിട്ട് റെക്കോർഡിങ് ഓവർ വീട്ടിൽ വന്നു. അതെങ്ങനെ ചിരിച്ചേ? ആ ചിരി അടിപൊളിയായിട്ട് കിടപ്പുണ്ട് ഇപ്പോഴും. ചിരി ഓർമ്മയുണ്ടോ? ചിരി ഓർമ്മയുണ്ട്. ഇപ്പൊ കൂടെ റീസെന്റ് റീലിൽ വന്നു. അതിക്കളി മുട്ടിയാ ആ ചിരി ഇനിയും വരും. ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ ആ ചിരി? ശിവാംഗിക്ക് തന്നെ അത് അനുകരിക്കാൻ പറ്റുമോ? ആഹാ, അത് ഒരുമാതിരി ഫേക്ക് ആയിട്ടുണ്ടാവും. ഭയങ്കര ജെനുവിനാണ് ശിവാംഗി എന്നുള്ളത് എനിക്കറിയാം. അപ്പൊ ദേഷ്യം വരുമ്പോ ഈ ജെനുവിനിറ്റി എങ്ങനെ കാണിക്കും? ഇന്നലെ നൈറ്റ് എന്റെ വീട്ടിൽ വന്നിട്ട് എല്ലാ ഇൻഫർമേഷനും എടുത്തിട്ട് പോയി. ശരി, അതാവത് ഈ രജനീഷ് ചേട്ടൻ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് നൈറ്റ് വന്ന് വീട് നോക്കാന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റി ഇൻഫർമേഷൻ എല്ലാം വന്ന് എൻ്റെ വയലിൽ നിന്ന് എടുത്തിട്ട് പോയിട്ട് ഇപ്പൊ അത് ഇന്റർവ്യൂവിൽ എടുത്ത് ചോദിക്കാം. ശരി, ഫൈൻ. എന്താന്നാ ഇപ്പൊ ഇങ്ങനെ തിരിച്ച് സംസാരിക്കില്ലേ, അതേമാതിരി ദേഷ്യം വന്നാന്ന് വെച്ചോ, ഈ വീട് രണ്ടായിപ്പോ. യാ, അപ്പൊ ഇവർക്ക് ഇങ്ങനെ നിന്ന് വിറയ്ക്കും. അല്ല, എന്താന്നറിയോ, എനിക്കൊരു വീക്ക് പോയിന്റ് ഉണ്ട്. ആ വീക്ക് പോയിന്റ് വെച്ച് എന്നെ ട്രിഗർ ചെയ്താൽ ഞാൻ അവരെ മോളിൽ ഏറി ചവിട്ടി എന്നിട്ട് ഞാൻ വെളിയിൽ പോകും. ഞാൻ ബിഗ് ബോസിൽ പോയാൽ എന്റെ പേര് കണ്ടിപ്പാ മോശമാവും. അതുകൊണ്ട് ബിഗ് ബോസിൽ പോകണ്ട. ഞാൻ എന്റെ വാഴ്ക്കയിലേ പോലെ. ഇന്നലെ ഞാൻ ചോദിക്കുന്ന സമയത്ത് തന്നെ ശിവാംഗി പറഞ്ഞു ഈ ദേഷ്യം കൺട്രോൾ ചെയ്യേണ്ടതില്ല. അപ്പൊ മറ്റുള്ളവർക്ക് വിഷമാവൂലേ, അത് ഹാംഫുൾ ആവൂലേ, അങ്ങനെ ചിന്തിക്കൂലേ? അത് ആരുടെ അടുത്ത് ദേഷ്യം കാണിക്കണമെന്നുണ്ട്. ഇപ്പൊ ആരോ വഴിയിൽ റോട്ടിൽ പോകുന്ന പറവല്ല, അവര് എന്ത് പറഞ്ഞാൽ നമുക്കെന്താ, എന്നാ അവർക്കും നമുക്ക് സംബന്ധമില്ല. ഇപ്പൊ നമ്മുടെ സ്വന്തം അമ്മപ്പ നമ്മൾ ഒരുമാതിരി പറഞ്ഞാൽ നോക്കവും വരൂല്ലേ? നമ്മുടെ സ്വന്തം റിലേറ്റീവ്സ് അവര് അമ്മപ്പ ആയതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അത് മനസ്സിലെടുക്കൂല. സോ അതുകൊണ്ട് അങ്ങനെ നമ്മൾ പറഞ്ഞ എനിക്കറിയില്ല അവര് മനസ്സിലെടുത്തിട്ടുണ്ടായില്ല. സോ അതുകൊണ്ട് പ്രശ്നമില്ല. ഇപ്പൊ ശിവാംഗി എല്ലാവരും ഇഷ്ടപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഭയങ്കര ജെനുവിനാണ്. പക്ഷേ ആ സമയത്ത് ഈ ദേഷ്യം കൺട്രോൾ ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു അഭിപ്രായമുണ്ട് ശിവാംഗി. കൺട്രോൾ ചെയ്യേണ്ടതില്ല. എന്തിനാ ഇപ്പോ ഈ ദേഷ്യമെല്ലാം നമ്മുടെ ഉള്ളിൽ വെച്ച് എന്താ ചെയ്യാൻ പോകുന്നത് പറ? നമ്മുടെ ഉള്ളിൽ വെച്ചാ അത് ഒരുമാതിരി നമ്മുടെ ബോഡിയിൽ എവിടെങ്കിലും പോയി സ്റ്റോറായി ക്യാൻസർ ഒരിക്കലും വരാനുള്ള വായ്പുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ഏതർ തെറപ്പി പോകുന്നത്, അല്ലെങ്കിൽ ഈ ഐസ് വാട്ടറിൽ കുളിക്കുന്നത്, എന്നിട്ട് ഈ അക്യുപഞ്ചർ അതൊക്കെ ചെയ്യുന്നത്. എന്തിനാ? നമുക്കൊരുമാതിരി വേദന വരും, വേദന വന്നിട്ട് നമ്മ മനസ്സങ്കടം വരും, മനസ്സങ്കടം വന്ന് ഡിപ്രഷൻ വരും. ഉടനെ ഡോക്ടർ എന്ന് പറയും ഇതെല്ലാം ചെയ്യുന്ന പറയും. അതിന് ചെയ്യുന്ന പോലെ നമ്മൾ ദേഷ്യം കാട്ടിട്ട് അങ്ങനെ നിമ്മതിയെ പടുത്ത് ഉറങ്ങിയാ പോരെ. അതാണ്. അതും അമ്മപ്പായതുകൊണ്ട് ഓക്കെ ഫൈന്. തമിഴിലെ എന്റെ ഫ്രണ്ട്സ് ആരുടെ അടുത്തും നല്ല വാക്ക് ഉപയോഗിച്ച് ഞാൻ ദേഷ്യപ്പെടും. അതെ, അതപ്പം മുന്നും പിന്നും ഒന്നും നോക്കൂല. അപ്പൊ ദേഷ്യപ്പെടും. ഞാൻ ദേഷ്യപ്പെടുന്നത് ന്യായമായ വിഷയമായിരിക്കും. ഞാൻ ചുമ്മാ ദേഷ്യപ്പെടില്ല. ആക്ച്വലി ഞാൻ ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്നു, ഇപ്പൊ ഇല്ല. എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ ആവും. അപ്പൊ എന്റെ മോള് എന്ന് ആ ചേട്ടൻ ചിരിക്കാം ക്യാമറ. അപ്പൊ ഒരു കാര്യമുള്ള കാര്യത്തിലായിരിക്കും ദേഷ്യപ്പെടുക, ഇല്ലെങ്കിൽ ദേഷ്യപ്പെടില്ല. അല്ലെങ്കിൽ ദേഷ്യപ്പെടില്ല. ഞാൻ ചെയ്യാത്ത ഒരു തെറ്റിനെ ഒന്ന് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. അതാ ആരായിരുന്നോ കൂടെ ഞാൻ ഒന്ന് സ്പെയർ ചെയ്യേല. ഞാൻ അവരുടെ മൂലെ തല കയറി അടിച്ചിട്ട് എന്നിട്ട് ഈ അമ്മ അല്ല ഒന്ന് അപ്പാർട്ട്മെന്റ് മൊത്തം കേൾക്കുന്ന പറയും. പറവല്ല, കേൾക്കട്ടെ, അവർ വരട്ടെ, എന്നെ ഒന്ന് നോക്കട്ടെ, എനിക്ക് കവളയല്ല എന്നാലും ഞാൻ ഒന്ന് ഫീൽ ആവും. പുറത്തിറങ്ങി സുഹൃത്തുക്കളോടൊക്കെ ഇത് ചെയ്തതിന് ശേഷം പിന്നീട് പോയിട്ട് സോറി പറയൂ ശിവാംഗി? അവരെ എന്നെ ഒന്ന് സോറി പറയും. അത് ആ കാര്യത്തിനാണ് നമ്മൾ ദേഷ്യപ്പെട്ടത്, അതുകൊണ്ട് സോറി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല, പിന്നെ നമ്മളത് ക്ഷമിച്ചു. ഇപ്പോ ഞാൻ വന്ന് തേവല്ലാതെ കോപ്പിട്ടു, അതായത് ആവശ്യമില്ലാത്ത കാര്യത്തിൽ കോപ്പിട്ടത് ഞാൻ സോറി ആയിരിക്കും. അവരെന്നെ ഹേർട്ട് ചെയ്താൽ ഞാൻ തിരിച്ചു പോയി പറയും. ഞാൻ തന്നെ സോറി ആക്കണ്ടേ? അതെ. ഈ വീട്ടില് സാധാരണഗതിയിൽ മാമുമായിട്ട് ക്ലാഷ് വരുന്നത് ഏത് കാര്യത്തിനാണ് കൂടുതൽ? അത് ഞാൻ അമ്മ വന്നിട്ട് പറയാം. അതെ, അമ്മ വരട്ടെ, അത് നമുക്ക് പിന്നെ പറയാം. എനിക്ക് ആ പാട്ടില്ലേ ചിന്ന ചിന്ന വന്ന കുയിൽ, ഇളയരാജ സാറിന്റെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശിവാംഗി പാടുന്ന കേൾക്കാൻ, അത് പാടിയാലോ? മാலை சோடி மஞ்சம் தேடி காதல் தேவன் சந்நிதி காண 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 சின்ன சின்ன வண்ண கோயில் கொஞ்சி கொஞ்சி கோவதம்மா. Wow, this
സ്റ്റേജിൽ ശിവാംഗി പാടുന്നത് ഭയങ്കര ഫീലാണ്. എന്താണെന്നറിയോ, ഓഡിയൻസിനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത് കൂർപ്പിച്ചിരിക്കുന്ന കുറേ ഓഡിയൻസ് ഉണ്ട്. ഭയങ്കര രസമാണ്. ഇത് കഴിയുമ്പോൾ ശരിക്കും കൈയടിക്കാൻ കൂടി അവർ ചിലപ്പോൾ മറന്നുപോകും. അതാണ് അതിൻ്റെ ഒരു ഫീല്. ആ പാട്ട് ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെയാണ് റഹ്മാൻ സാറിൻ്റെ സ്നേഹിതനെ ഉള്ളൊരു ഫീലില്ലേ, സ്നേഹിതനെ നമുക്ക് പാടണം. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് സ്നേഹിതനെ പാടാം. ഈ ആൾക്കാരോടൊക്കെ ക്രഷ് തോന്നുന്ന ഒരു സമയത്തും അമ്മയോടും ഒക്കെ ക്രഷ് വന്ന് പറയാറുണ്ട്. ഇപ്പൊ അശ്വിന്റെ കേസിൽ തന്നെ ക്രഷ് ഇങ്ങനെ പുറത്ത് നിന്ന് പറയാം, നമ്മൾ സ്റ്റേജിലൊക്കെ നിന്ന് എന്നെ പറയാൻ കഴിയാന്ന് പറയുന്നത് അതൊരു കുറച്ചുകൂടെ ഗട്ട്സ് വേണ്ട ഒരു പരിപാടിയല്ലേ? അത് ഗട്ട്സ് അല്ല ആക്ച്വലി. ഇപ്പൊ ആലോചിക്കുമ്പോ അതൊരു മണ്ടത്തരായിരുന്നു. ശരിക്കും ഞാൻ വിചാരിച്ചില്ല അങ്ങനെ ഒരു ആൻസർ. അവരാരെങ്കിലും സ്റ്റേജിൽ പോയി അങ്ങനെ പറയാ? അങ്ങനെ പറഞ്ഞൂടെ? അത് ഇപ്പൊ ആലോചിക്കുമ്പോ കുറച്ച് നമുക്ക് അടക്കി വാശിരിക്കാം. എന്താ പറയണ്ട, അടക്കൊതുക്കമായിരുന്നിരിക്കാം. കുറച്ചൊന്ന് ഒളിച്ചു വെക്കണമായിരുന്നു. എന്നിട്ട് അപ്പൊ ഒന്നും അറിയാത്ത ഒരു കുട്ടിയായിപ്പോയി. 20 വയസ്സ്, ഇപ്പൊ 24. നമുക്ക് വളരെ വളരെ അല്ലേ ഇത് വരുള്ളൂ. സോ മെച്ചൂരിറ്റി അതെനിക്ക് ഇപ്പഴാ വന്നേ. ഇപ്പൊ ഞാൻ അതെല്ലാം എടുത്ത് നോക്കുമ്പോ അങ്ങനെ ഫീൽ ആവുന്ന എനിക്ക്. ഞാൻ അങ്ങനെ ഒരു ആൻസർ ശരിക്കും ശിവാംഗി ഒന്നും പ്രതീക്ഷിച്ചില്ല. കുറച്ചുകൂടെ അതിനൊന്ന് ഇത് ജസ്റ്റിഫൈ ചെയ്ത് സംസാരിക്കുമെന്നാണ് വിചാരിച്ചത്. ഇല്ല ഇല്ല, ആര് ഏത് പെണ്ണും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിൽ ശരിക്കും അബദ്ധം പറ്റിയത് എന്താണ്? അത് എന്താ പറയണ്ട, നമുക്ക് ഭാവിയില് ഒരു ഫ്യൂച്ചർ ഒരു ഹസ്ബൻഡ് നിന്ന് വരുമ്പോ ഈ ക്ലിപ്പിങ്ങിലെ വന്ന് ഇന്നൊരു 20 വർഷത്തിന് ഈ ക്ലിപ്പിങ്ങിലെ ഉണ്ടാകും. അപ്പൊ ആ ഹസ്ബൻഡിന് വേദനിക്കില്ലേ? അല്ല, ഇത് ക്രഷ് അല്ലേ? ക്രഷിൽ വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. ക്രഷ് നമുക്ക് ഇപ്പൊ സെലിബ്രിറ്റി ക്രഷ് നമ്മൾ തോന്നൂലേ? അത് വേണ്ടായിരുന്നു, ആ കാര്യം വേണ്ടായിരുന്നു. പോട്ടെ, ഇനിയുള്ള സെലിബ്രിറ്റി ക്രഷ് അപ്പൊ നമ്മൾ മറച്ചു വെക്കോ? ഇപ്പൊ സെലിബ്രിറ്റി ക്രഷ് ഒന്നും ഇല്ല. അയ്യേ, ഞങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ, എനിക്കുണ്ടല്ലോ സെലിബ്രിറ്റി ക്രഷ്. അങ്ങനെ ഒരു സെലിബ്രിറ്റിയെ കണ്ടില്ല. അല്ല, ഞങ്ങൾക്ക് ഇത് ക്രഷ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഒരു കാലഘട്ടത്തിൽ അനുഷ്ക ഷെട്ടി ആയിരുന്നു, പിന്നെ ഞങ്ങള് തൃഷ നോക്കി, അങ്ങനെ ഞങ്ങൾ ക്രഷ് വരും. എന്തിനാ വർഷാവർഷം പുതിയ പുതിയ ഹീറോയിൻ ഇൻട്രോഡ്യൂസ്. ഇപ്പൊ തമിഴ്നാട്ടില് ആരാന്നറിയോ ക്രഷ്? മമിതാ ബൈജു, പ്രേമലു ഹിറ്റ് ആയപ്പോ മമിതയ്ക്കായി ക്രഷ്. ഇവിടെ വന്ന് ഒരു ഓപ്പണിങ്ങിന് വന്നിരുന്നു മമിതാ ബൈജു. അയ്യോ, നടക്കാനേ പറ്റില്ല. കുക്ക് വിത്ത് കോമലിയിൽ വന്നതിന് ശേഷം ഉണ്ടായ ഒരു പ്രൊഫൈൽ മാറ്റമുണ്ട്. ഇപ്പൊ ഇന്നലെ തന്നെ ഞാൻ വന്നപ്പോഴത്തേക്ക് ഒരു ഉദ്ഘാടനത്തിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് തിരിച്ച് ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ വന്നു. എനിക്കൊരു ചോക്ലേറ്റ് കിട്ടിയതിന്റെ സന്തോഷമുണ്ട്. ഈ ഉദ്ഘാടനത്തിന് പോവുക എന്ന് പറയുന്നത് ഇപ്പൊ ഒരു സ്ഥിരം പരിപാടിയാണ് അല്ലേ? അത് ഇടയ്ക്കൊക്കെ ഉള്ളൂ. ഇടയ്ക്കൊക്കെ പോകും. എന്താണ് അതിന്റെ ഒരു സന്തോഷം? എന്താണ് അവിടെ ചെല്ലുമ്പോഴത്തേക്ക്? അവിടെ ചെല്ലുമ്പോ എല്ലാവരുടെ കണ്ണില് ഹൈ അങ്ങനെ ഒരു ഇത് കാണാൻ പറ്റും. അത് ഭയങ്കര ഇതാ. എന്നിട്ട് പുതിയൊരു കട ഓപ്പൺ ചെയ്യുമ്പോ ഒരു ഫീൽ ഇല്ലേ? നമ്മളൊരു അവർക്കൊരു ബിഗിനിങ്, നമ്മൾ അതിലൊരു പാർട്ടാണ്ട് അങ്ങനെ ആലോചിക്കുമ്പോ ഒരു സൂപ്പർ അല്ലേ? ഇന്നലെ ഞാൻ പോയത് വന്ന് ആക്ച്വലി ഒരു ഐസ്ക്രീം ഡെസേർട്ട് കടയുടെ ഉദ്ഘാടനം. എനിക്ക് ഐസ്ക്രീം ചോക്ലേറ്റ് സ്വീറ്റ് എന്ന ജീവനാ. ഞാൻ പല ദിവസം ആഗ്രഹിച്ചു എന്നെ ആരെങ്കിലും ഒരു ഐസ്ക്രീം ഷോപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കോ, ഇല്ലെങ്കിൽ ഐസ്ക്രീം ഷോപ്പിന് എന്നെ വിളിക്കോ അങ്ങനെയെന്ന്. ഇതൊരിക്കലും ഞാൻ തുണിക്കട, സ്വർണ്ണക്കട എല്ലാം പോയിട്ട് ലെഗിങ്സ് കട എല്ലാം പോയിട്ടുണ്ട്. ഒരു ഐസ്ക്രീം കടയ്ക്ക് നമ്മൾ പോയിട്ടില്ല. ഐസ്ക്രീം കട, അതും നമ്മുടെ മലയാളികളുടെ ഐസ്ക്രീം കട. അതിവിടെ ചെന്നൈയിൽ അണ്ണാനഗറിൽ. അപ്പൊ ഒന്ന് അത് ഓപ്പൺ ചെയ്യുമ്പോ നല്ല ഗംഭീരമായി നടക്കുമ്പോ അവര് ഭയങ്കര ഹാപ്പിയായി. സോ ഇതാണ് എനിക്കിഷ്ടം. പക്ഷെ അവിടെ പോയിട്ട് എന്താ സംസാരിക്കുക ശിവാംഗി? ഇപ്പോ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് കടയിൽ ഒന്ന് ഉദ്ഘാടനം ചെയ്തത് ഭയങ്കര ഹാപ്പി. ഈ അമ്മനെ നിങ്ങൾ ഇപ്പോഴേ എനിക്ക് അവിടെ ആക്ഷൻ കാണിക്കുന്നു. ഞങ്ങൾ ഇരുത്തും, ആ സമയത്ത് വന്നാ മതി. വെയിറ്റ്. ഭയങ്കര ഹാപ്പിയാണ്. ഇന്നലെ ഐസ്ക്രീം കടയിൽ പോയപ്പോ ഭയങ്കര ദിവസമായിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ കടയെ പറ്റി എനിക്ക് ഭയങ്കരമായിട്ട് അറിയാം അങ്ങനെ ഞാൻ പറഞ്ഞപ്പോ ശരി അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് ഗിഫ്റ്റ് ഒക്കെ തരും. തന്നിട്ട് എനിക്ക് 10 വിധமான ഐസ്ക്രീം ഇന്നലെ തന്നു. അതാണ് ഹാപ്പിനെസ്. ഈ ആൾക്കാരുടെ മുഖത്തൊക്കെ ഈ സന്തോഷം കാണുമ്പോൾ നമ്മളോടൊരു ആരാധന ഉണ്ടല്ലോ, ആ ആരാധന തോന്നുമ്പോൾ നമുക്കൊരു കുറച്ചുകൂടെ ഒരു പ്രൗഡ് കൂടുവോ? എന്താണ് ആ സമയത്ത് നമുക്ക് തോന്നുന്ന ഫീൽ? എന്താണ്? പ്രൗഡ് കൂടൂല, ആക്ച്വലി സന്തോഷമാ കൂടുള്ളൂ. എന്തിനാ നമ്മള് ആഗ്രഹിച്ച വിഷയല്ലേ അത്. ആക്ച്വലി ഞാൻ സൂപ്പർ സിംഗർ ചെയ്യുമ്പോ അത്ര പേർക്ക് എന്നെ അറിയാമെങ്കിലും അത്ര മൈൻഡ് ചെയ്യില്ല. എന്തിനാ അങ്ങനെ നോക്കിട്ട് പോകും. പക്ഷേ അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും, അയ്യോ ആരെങ്കിലും എന്നെ ഒന്ന് നോട്ടീസ് ചെയ്യുക, ആരെങ്കിലും എന്നെ കൂടെ ഒന്ന് സെൽഫി എല്ലാം എടുക്കുക അങ്ങനെയെന്ന്. എന്നിട്ട് അത് കഴിഞ്ഞ് 1 വർഷം നോക്കിയാൽ എനിക്ക് ഈ വീട്ടിൽ താണ്ടി നടക്കാൻ പറ്റില്ല. അതാണ് ഞാൻ ഒന്ന് എല്ലാ ദൈവങ്ങളുടെ അടുത്ത് പറഞ്ഞു താങ്ക് യു സോ മച്ച് അങ്ങനെയൊന്നും. ഒരു ഘട്ടത്തിൽ ബിന്നി കൃഷ്ണകുമാറിന്റെ മോളെന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പൊ ബിന്നി മാം തന്നെ അറിയപ്പെടുന്നത്
ശിവാംഗിയുടെ അമ്മ വന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ മലയാളത്തിൽ തന്നെ ഇപ്പൊ ശിവാംഗിയുടെ അമ്മ എന്ന് പറയുന്ന ഒരു വിളിപ്പേര് വന്നു തുടങ്ങി. ശരസറൊക്കെ അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുമുണ്ട് ശിവാംഗിയുടെ അമ്മയാണെന്നുള്ളത്. ആ സമയത്ത് ശിവാംഗിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇതേ പറ്റിയിട്ട് അമ്മയോട് സംസാരിക്കാറുണ്ടോ? എന്താ പറഞ്ഞു? ഞാനൊന്നും സംസാരിക്കാറില്ല. ഞാൻ ചെറിയ വയസ്സിലെ ആക്ച്വലി അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ സ്കൂളിൽ പോകുമ്പോൾ റാറാ പാടണം அவங்க பொண்ணு தானே അങ്ങനെയെന്ന്. എന്റെ 15 വർഷമേ അങ്ങനെയാ. ഞാൻ സ്കൂൾ പാസ് ഔട്ട് ആവുന്ന വരെ അങ്ങനെയാ. ഉங்க അമ്മ தான் റാറാ പാടണാങ്ക അങ്ങനെയെന്ന്. എന്നിട്ട് അപ്പോഴേ ഞാൻ ചെറിയ വയസ്സിലേ പറഞ്ഞു, ഒരു ദിവസം ശിവാംഗിയുടെ അമ്മ ഞാൻ പറയാ വയ്ക്കും നോക്കോന്ന്. പക്ഷെ ഞാനല്ലേ, എന്റെ അമ്മ അല്ല വിശ്വസിച്ചല്ല, ഞാൻ പാട്ട് പഠിച്ചില്ല. എന്നിട്ട് പഠിത്തം മാത്രമൊന്നുമില്ല. അപ്പൊ ഞാൻ പഠിപ്പിലും എവിടെയാവില്ല, പാട്ടിലും എവിടെയാവില്ല. അപ്പൊ അമ്മ എന്ത് വിചാരിക്കും, അവ ഈ കുട്ടിയില്ല എന്താവാൻ പോകുന്നു അങ്ങനെയെന്ന്. പാത്താ അങ്ങനെ നടന്നപ്പോ അമ്മ വിശ്വസിച്ചേ അല്ല, ഒരു ദിവസം ഇങ്ങനെ ആവുന്നു. അപ്പൊ അമ്മ ഇന്ന് കൂടെ കേരളത്തില് വന്ന് ഞാൻ പോകുമ്പോ മുമ്പല്ലേ എന്നെ ആർക്കും അറിയില്ലായിരുന്നു. കുറച്ചുപേര് ഈ കുക്കുത് കോമാളി കണ്ടവർക്ക് അറിയാം. ഇപ്പോ അമ്മ പോയാ ഇപ്പോഴും ശിവാംഗി എങ്ങനെയാണ് ചെയ്യുന്നത്. അവിടെയാണ് ഒരു സ്പേസ് ഉണ്ടായിരുന്നത്, അതും പോയി. അമ്മ അത് പറയുമ്പോ അമ്മാണ് അയ്യോ ഇപ്പൊ കേരളത്തിലാவது എനിക്ക് വന്നത് ആരെങ്കിലും പറയാ തിരിച്ച് അതേ പറയുന്നു എന്ന് പറഞ്ഞു. നമുക്ക് ഒരു പാട്ടും കൂടെ പാടിയിട്ട് എ.ആർ. റഹ്മാൻ സാറിന്റെ സ്നേഹിതനെ പാടിയിട്ട് നമുക്ക് അമ്മയെ വരുത്താം. ഇതേ അഴുത്തം അഴുത്തം ഇതേ അணைപ്പ് അணைപ്പ് வாழ்வின் எல்லை வரை வேண்டும் வேண்டும் வாழ்வின் எல்லை வரை வேண்டும் வேண்டும் ஹே ஸ்நேகிதனே സ്നേഹിതനേ രഹസ്യ സ്നേഹിതനേ. വാവ്. ശിവാംഗി പറഞ്ഞ ചില കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് ഒരാളും കൂടെ ചേരേണ്ടതുണ്ട്. അതാണ് ശരിക്കുള്ള. ബിന്നി മാമിനെ വിളിക്കാം. മാം, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ. അപ്പൊ ഇനിയാണ് ശിവാംഗി സത്യങ്ങൾ പറയാൻ പോകുന്നത്. പക്ഷെ അതിൽ ആദ്യം ഒരു കാര്യം ചോദിക്കട്ടെ. അന്ന് ആ പാട്ട് പാടാൻ കൊണ്ടുപോയതില്ലേ, അതെങ്ങനെയാ കൊണ്ടുപോയത്? ഏത് പാട്ട്? ഓമനെ കുഞ്ഞെ നിന്നെ. ഈ കുഞ്ഞിനെ കൊണ്ടുപോയതോ? കുഞ്ഞിനെ കൊണ്ടുപോയത്. ഇവക്കൊന്നും അറിയത്തില്ലല്ലോ ഇപ്പൊ ഫിലിം പാടാൻ പോവാന്ന്. ഇവിടെ എങ്ങനെ ഞങ്ങൾ കോരി എടുത്തു ഇവിടെ മാത്രം കൊണ്ടുപോയി പോരെ, ഇവളുടെ തമ്പിയും കൊണ്ടുപോകണല്ലോ, അനിയനെ. അനിയന് 2 വയസ്സ്, ഇവക്ക് 4 വയസ്സ്. എടുത്തോണ്ട് പോയി. എടുത്തോണ്ട് അവിടെ ചെന്നിട്ട് മക്കളെ ഇതിങ്ങനെ ആ പാട്ടുണ്ടല്ലോ, പഞ്ചാര പാടി പഞ്ചാര സുജാ ചേച്ചി അങ്ങനെയാണ്. അപ്പൊ ശിവാംഗിയാണ് അത് ഇങ്ങനെ പഞ്ചാരം അങ്ങനെ പാടിയത്. പാടിക്കേ അതേപോലെ പാടാൻ പറ്റുമോ? അതേപോലെ വരില്ല. അതൊക്കെ നമ്മളാ ഈ മോണാക്ടിന്റെ ഒക്കെ ആളാണ്. പഞ്ചാരം ഡബ്ബിങ്ങിന് സാധ്യത ഉണ്ടായിരുന്നു. അപ്പൊ ഈ ചിരി എന്ത് ചെയ്ത അപ്പൊ ഞാൻ 2 കൈ കൊണ്ട് ഇങ്ങനെ കിക്കിളി കൂട്ടിയപ്പോ അവള് കിക്കിളി കൂടുമ്പോ നമുക്ക് സാധാരണ ചിരി വരില്ല, അങ്ങനെ ചിരിച്ചതാ പാർട്ടി. അല്ല ഇപ്പഴും കിക്കിളി കൂട്ടിയാ ചിരിക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ ചിരിക്കില്ല. ഇപ്പൊ ഞാൻ കിക്കിളി കൂട്ടാൻ വരുവാണെന്ന് അവള് കാണുകയല്ലേ, അങ്ങനെയൊന്നും ചിരിക്കില്ല. അപ്പൊ അങ്ങനെ ചിരിച്ചിട്ടും കൊണ്ടുവന്നു. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ പസങ്ങൾ എന്നുള്ള ഫിലിം ഉണ്ടല്ലോ, അതില് ഗുരുജി പസങ്ക എന്നുള്ള 25 വർഷമായിട്ട് ഞാൻ തമിഴ്നാട്ടിലാണ്. പക്ഷെ എന്നാലും തമിഴിന്റെ അവിടെ ഇവിടെ ഒക്കെ ഇപ്പോഴും കിട്ടില്ല. അതൊരു ഇവളാണ് എന്നെ തിരുത്തി തരണത്. ചിലപ്പോ ഇവിടെയൊക്കെ വന്ന് ഞാൻ പറയണത് നമ്മള് മലയാളീകരിച്ച് ചിലപ്പോൾ തമിഴ് പറഞ്ഞു ഇവിടെ തെറിയായിരിക്കും ചിലപ്പോ. അപ്പൊ ഇവള് പറയും ഇവക്ക് തെറി അറിയാട്ടോ. അപ്പൊ ശരിക്കും തമിഴിലെ മലയാളത്തിൽ അറിയാം, മലയാളത്തിൽ അതെങ്ങനെ നിനക്കറിയാം? പട്ടി പറയണ്ട, ഇത് മാത്രം അറിയുള്ളൂ, അറിഞ്ഞാ മതി. വഴക്കുറയും ചെറിയ വയസ്സിലെ. ഇല്ല ഇതുപോലെ ഭയങ്കര ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ ഈ കൊച്ച അങ്ങോട്ട് ഓടുമല്ലേ, അപ്പൊ ചിലപ്പോ വിളിക്കും. അപ്പൊ എന്റെ ചേച്ചിമാരെന്നെ വഴക്ക് പറയും. ഇപ്പൊ എന്റെ ചേച്ചിമാര് ഇത് ഞങ്ങളുടെ ഇവിടെ വരണേ, ഇവിടെ തമിഴ്നാട്ടില് ഇളനീ ഒരു വലിയ ഒരു ഇതെന്താന്ന് വെച്ചാൽ എല്ലാ കാര്യവും വീട്ടിലേക്ക് വരും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും സ്വർഗമേ என்றாலோ അത നമ്മോരു പോലെ വരുമാ എന്നാ. ബിക്കോസ് ഇവിടെ മൊബൈൽ ടൈലർ വരെ ഉണ്ട്. രാവിലെ 6 തൊട്ട് പൂ വേണോ, കായ് വേണോ, ഇളനീര് വേണോ, ഇങ്ങനെ വീട്ടിൽ കൊണ്ട് തന്നെ ആരുണ്ട്. ചെന്നൈയിൽ സിനിമയ്ക്ക് വേണ്ടി വന്നവരാണെങ്കിൽ കൂടി
അത്യാവശ്യം വരുമാനം ഉണ്ടാക്കുന്നവരാണ് ചെന്നൈയിൽ ജീവിക്കുന്നവരെന്ന് പറഞ്ഞിട്ടുണ്ട്. സിനിമ ചിലപ്പോൾ ഫെയിലൂർ ആയി. പൂ വിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ മക്കൾ ഇവിടെ എഞ്ചിനീയർമാരാണ് മക്കള്. ഇപ്പൊ ഞാൻ ഈ പൂ മേടിച്ച അവർ പൂ വിൽക്കുന്ന അമ്പലത്തിന്റെ അവിടെ കാറും അവർക്ക് 2 മക്കൾക്കും കാറും 2 മക്കളും എഞ്ചിനീയറൊക്കെയാണ്. ഇവിടെ അങ്ങനെ പാവപ്പെട്ട ഒരു അതില്ല. എല്ലാവരും പൈസ ഉണ്ടാക്കി. ഇവിടെ എല്ലാ വീട്ടിലും സെർവൻസ് ഉണ്ട്, കുക്സ് ഉണ്ട്, എല്ലാം ടച്ച് വുഡ് കേട്ടോ. ഒരു ഭയങ്കര എനർജി ഉള്ള ഒരു നഗരം തന്നെയാണ് ചെന്നൈ. അതെ അതെ. മുക്കിന് കോവിലും ഇതൊക്കെയുണ്ട്. പിന്നെ കലാകേന്ദ്രവും അല്ലേ, കല കൂടുതലും ആണല്ലോ. അതും എല്ലാ ക്ലാസിക് കലകൾക്കും ഇത്രയും ഇമ്പോർട്ടൻസ് ലോകത്തിൽ കൊടുക്കുന്ന ഒരു നാടാണ് ചെന്നൈ. എന്നാ കുടിച്ചോളൂ. മറ്റേ കാര്യം പറയാം. പാസംഗ സിനിമയിൽ ഇതേപോലെ തന്നെ കൃഷ്ണൻ അവളുടെ അച്ഛൻ വിളിച്ചുകൊണ്ട് പോയി. എന്നിട്ട് അവിടെ ചെന്നിട്ട് അകത്ത് നമ്മളെ കൊണ്ടുപോയി ഇങ്ങനെ നിർത്തിയിട്ട് കൃഷ്ണൻ തന്നെ പാടിക്കൊടുക്കും. പാട്ട് പാടിക്കരി. അൻപാലെ അഴകാകും വീട് ആനന്ദമതർക്കുള്ളെ തേട് സ്വന്തങ്ങൾ കൈ சேரும்போது വേറൊன்றுം അതർക്കില്ലേ ഈട്. ഇതിങ്ങനെ അപ്പ സൈഡിൽ നിന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം പാടി ജെയിംസ് വസന്തൻ. ഇതിൽ ഏറ്റവും വലിയൊരു വിശേഷം എന്നാന്ന് പറഞ്ഞാൽ ഗുരുജി ബാലമുരളീകൃഷ്ണൻ ഞങ്ങളുടെ ഗുരുജിയാണ് അതിന്റെ ബാക്കി പാട്ട് പാടിയിരിക്കുന്നത്. സോ അവൾ അതുകൊണ്ട് ഇപ്പം പാട്ടെന്ന് പറയുമ്പോൾ ശിവാംഗി, ഡോക്ടർ എം ബാലമുരളീകൃഷ്ണൻ ഇങ്ങനെ വന്നല്ലോ. അപ്പോഴത്തേക്കും എൻ്റെ ഗുരുജിയുടെ കൂടെ ഞാൻ ആദ്യത്തെ പാട്ട് പാടിയല്ലോ എന്ന് പറഞ്ഞു. വലിയ സന്തോഷമായി. ശരിക്കും പാട്ട് അമ്മയുടെ കൂടെ പഠിക്കാത്തതിന്റെ കാരണം കാരണല്ല, ഞാൻ ഒരു മികപ്പെരിയ മടിച്ചു ഇൻ ദ വേൾഡ്. അതുകൊണ്ടാ അല്ല. പക്ഷേ മികപ്പെരിയെന്ന് പറഞ്ഞ ഏറ്റവും വലിയ അമ്മാണ് നമ്മുടെ നാട്ടുകാർക്ക് തമിഴ് അറിയില്ലെന്ന് അവർക്കറിയാം. നാട്ടുകാർക്ക് തമിഴ് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പറയണതിന്റെ കൂടെ നടുക്ക് ഇങ്ങനെ ശരി എന്തെങ്കിലും ആവട്ടെ, ഇനി ഒരു അടി ആവണ്ട. അല്ല, ശരിക്കും പാട്ട് പഠിക്കാത്തതിന്റെ കാരണം അമ്മ പഠിപ്പിക്കുന്നതുകൊണ്ടാണോ? എന്നാ അച്ഛൻ്റെ അടുത്ത് പഠിച്ചൂടെ? അമ്മയുടെ അടുത്തേ പഠിച്ചില്ല, അച്ഛൻ്റെ അടുത്ത് ആരെങ്കിലും വ്യത്യാസം അത് അങ്ങനെ ഒരു റീസൺ അല്ല. അപ്പയുടെ അടുത്ത് പഠിക്കുന്നതിന് അമ്മയുടെ അടുത്ത് പഠിച്ചാൽ ഒരു ജാലി, അത്രേ ഉള്ളൂ. അല്ല, എന്തോ ഒരു വ്യത്യാസമുണ്ട്. എലി പ്രാർത്ഥിക്കണേ അറിയാവോ? ഇല്ല. ഇപ്പൊ മനസ്സിലായോ? ഞാൻ തന്നെ അപ്പയുടെ അടുത്ത് പോവാതെ അമ്മയുടെ അടുത്ത്. അല്ല, ഇത് ക്ലാസ്സിലെല്ലാം നടക്കൂട്ടോ. ഇങ്ങനെ കാണിക്കും പിള്ളേരെ എല്ലാം പഠിക്കാനായിട്ട്. കൊച്ചു പിള്ളേർ പണ്ട്, ഇപ്പോഴൊന്നും ഇല്ല കേട്ടോ, പണ്ട് കൊച്ചു പീർക്കാണ്ടി പിള്ളേർ വരും പഠിക്കാനായിട്ട്, വാണ്ടുകള്. അവരെ ഇതൊക്കെ കാണിച്ച് അവര് ചിരിയോ ചിരി. അവർക്ക് പാട്ട് വേണ്ട, അവസാനം പാട്ട് അതിന്റെ സൈഡിൽ കൂടെ കയറ്റി കൊടുക്കും. അപ്പം പിള്ളേര് പഠിക്കും. ഇതെന്താ കാരണം എന്ന് വെച്ചാൽ ഈ കുട്ടി ആരും ഞങ്ങൾ തോറ്റുപോയ ഒരേ ആളാണ് ഇദ്ദേഹം. ഇവളുടെ പാട്ടിയുണ്ട്, അതായത് അപ്പാടെ അമ്മ പാട്ടെടുത്ത് പോയി പഠിച്ചു. രണ്ടുപേരും, ഇവളുടെ അനിയനും പാട്ടിയെടുത്ത് പാട്ടിയുടെ പിള്ളേരുടെ അടുത്ത് ഇവരായിരുന്നു ഫസ്റ്റ്. കറക്റ്റ്. ഇന്നു നമ്മളന്ന് അപ്പൊ പാട്ടിയുടെ കൂടെ മെജോറിറ്റി ടൈം സ്പെൻഡ് ചെയ്തോണ്ടിരുന്നത്. ഇവര് വർക്ക് എവിടെയെങ്കിലും ടൂറിന് പോകുമ്പില്ലെങ്കിൽ പാട്ടി ഞങ്ങൾ കച്ചേരിക്കാ പോണത്. ടൂർ പോണതും കച്ചേരിക്ക് പോണത് വ്യത്യാസമുണ്ട്. പക്ഷെ അങ്ങനെ പറയണം. അപ്പൊ പാട്ടി തൊട്ടപ്പുറത്തെ വീട്ടിലാ താമസമുണ്ട്. പിള്ളേരെ ഇട്ടിട്ട് ഞങ്ങൾ ടൂർ പോയി എന്ന് പറയും. പറയല എന്ത് വേണോ പറഞ്ഞട്ടാ. അപ്പൊ വന്ന് ഓപ്പോസിറ്റിലെ വീട്ടിലെ പാട്ടി താമസിച്ചേ. അപ്പൊ നമ്മൾ വന്ന് ഇവിടെ ഉറങ്ങാൻ മാത്രമേ വരുള്ളൂ. അപ്പൊ ഞങ്ങള് ഫുൾ ടൈം അവിടെ ഉണ്ടാവുള്ളൂ. സോ അവിടെ വന്ന് പാട്ടി വന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ട് ലളിതാ സഹസ്രനാമം എല്ലാമേ പഠിപ്പിച്ചു തരും. രാഗത്തില് ലളിതാ സഹസ്രനാമം കേട്ടോ ഫുള്ള് പഠിച്ചായിരുന്നു. ഇപ്പൊ ഒരു വരിയെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? ഇല്ല, ഫുൾ പഠിച്ചില്ല. സിന്ദൂരാരുണ വിഗ്രഹം ത്രിനേനാം മാണിക്യമൗളി സ്ഫുരത് താരാനായക ശേഖരാം സ്മിതമുഖീം ആപീണവക്ഷോരുഹാം പാണിഭ്യാം മലിപൂർണരത്നചഷകം രക്തോത്പലം വിഭ്രഹീം സൗമ്യാം രത്നകടശ്ച രക്തചരണാം ധ്യായേത് പരമംബികാം. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി സിതഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യത ഉദ്യദ്ഭാനു സഹസ്രാഭ ചതുർബാഹു സമന്വിത രാഗസ്വരൂപ പാഷാണ്ഡ്യ. ഇങ്ങനെ കുറെ. കുട്ടി നല്ല കുട്ടിയായിരുന്നു. നല്ല ടീച്ചർ പഠിപ്പിച്ചത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ ടീച്ചറിന്റെ കുഴപ്പമാണ്. രാവിലെ തൊട്ട് നൈറ്റ് വരെ ഇങ്ങനെ ഫുൾ ക്ലാസ്. എന്തോ മഞ്ചരി അങ്ങനെ ഏതോ കുറെ ഇങ്ങനെ ശ്ലോകംസ്. അത് കഴിഞ്ഞിട്ട് പാട്ട് ക്ലാസ്. സോ ഞാൻ ഫുള്ള് അവിടെ ഇരുന്ന് എല്ലാം കേൾക്കും.
അത് കേട്ടതിന്റെ ഗുണമുണ്ട് കേട്ടോ. അതെ അതെ. പക്ഷെ ഈ സ്കൂളിൽ ഒന്നും കേട്ടില്ല. ഇവിടെ കുട്ടി ഇന്ന് വരെ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ആ ശ്വേതയെ കൊണ്ടൊക്കെ പറയിപ്പിച്ചില്ലേ, എന്നിട്ടും കുട്ടി ആ പഠിച്ചില്ല. ശ്വേത വരുമ്പോ ഓടി വന്ന് ചിലപ്പോ ശ്വേത പഠിക്കാൻ വരുമ്പോഴത്തേക്കും ചേച്ചി ഓടി വന്ന് ഞാൻ ചേച്ചിയുടെ കൂടെ പഠിക്കാതിരിക്കാന്ന് പറഞ്ഞു 5 മിനിറ്റിൽ ആളെ കാണാതെ. ഇവളുടെ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ആൺകുട്ടികളുടെ ഫ്രണ്ട്സ്. അവരെല്ലാം എല്ലാരും കുറെ ഗ്രൂപ്പായിട്ട് വരുമ്പോഴത്തേക്കും ഇവള് വന്നിരിക്കും. അതെന്താ ഫ്രണ്ട്സ് എന്ന് പറയണ്ടേ? അതെന്താ ആൺകുട്ടിയാണ്. അല്ല അത് പ്രത്യേകം പറയാം. നോട്ട് ദ പോയിന്റ്. അതിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോഴാ വന്നിരിക്കും. പക്ഷെ അവിടെയും 10 മിനിറ്റ് എന്നാൽ അവരെങ്കിലും ഇരിക്കുമ്പോൾ ശരി വന്നിരിക്കുമല്ലോ എന്ന് വിചാരിച്ചാൽ 10 മിനിറ്റ്. അത് എന്താ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കർണാട്ടിക് മ്യൂസിക് എങ്ങനെയാണെന്ന് വെച്ചാൽ കീർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പല്ലവി തന്നെ ഒരു 10-8 സംഗതികൾ. എനിക്കെന്താ ഒരേ ലൈന് എന്തിനാ ഇത്ര പാടി സംഗതി ഒരേ ലൈന് എങ്ങനെ ഇത്ര പാടി പാടുന്നേ? അതാണ് പൊറുമില്ലാത്തത്. ക്ലാസിക്കൽ പഠിക്കാൻ എനിക്ക് പൊറുമില്ല. എനിക്ക് സമ്മതമില്ല. ഒരേ ലൈൻ എന്തിനാ ഇത്രയും പ്രാവശ്യം ആവർത്തിക്കുന്നത്? പക്ഷെ അതാണ് ആ പാടുന്നതാണ്, ആ പഴയ സംഗതി എടുത്ത് പാടുന്നതാണ് നമ്മളുടെ ത്രോട്ടിന് കൊടുക്കുന്ന ഒരു കട്ടി, ആ ഒരു സൈക്കിൾ ബാലൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവള് പക്ഷെ ഉള്ളത് തുറന്നു പറയാനുള്ള 5 മിനിറ്റ് കൊണ്ട് പഠിക്കും. എളുപ്പം സംഗതികൾ ഇവള് ക്യാച്ച് ചെയ്യും. നല്ല ഗ്രാസ്പിംഗ് പവറാണ്. ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ബാക്കി എല്ലാരും പാടുന്ന നമുക്ക് ബോറടിക്കണു. അതുകൊണ്ടാ കുട്ടി പഠിക്കാത്തത് അല്ലേ? കുട്ടി അതുകൊണ്ടാണ്. എന്നാ തന്നെ വരുവോ? അതോ ഇപ്പൊ ഞാൻ ചോദിച്ചു എന്നെ പഠിപ്പിച്ചാന്ന്. ഇപ്പല്ലേ ടൈം ഇല്ലാന്ന് അമ്മാണ് പറഞ്ഞു. എനിക്ക് ടൈം ഇല്ല. നീ പറയുമ്പോ എനിക്ക് പഠിപ്പിക്കാൻ പറ്റൂ. അതെ, ആരെയൊക്കെ പഠിപ്പിക്കാൻ നിഷേധിച്ചിട്ടുണ്ടെന്നുള്ള എനിക്കറിയാം. അത് അതിലേക്ക് വരാം. അതെ അതെ അതെ. ഈ ധനുഷ് പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് ഏത് ടൈമിലാണ്? അത് ഓൺലൈന് കുറച്ച് നാളെ പഠിച്ചുള്ളൂ കേട്ടോ. കൊറോണ ടൈമില് ശ്വേത ഇങ്ങനെ ചേച്ചി ഇങ്ങനെ ധനുഷ് ഇങ്ങനെ ചോദിക്കുന്നു, ഇങ്ങനെ നമ്പർ കൊടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ നമ്പർ കൊടുത്തു. അപ്പോൾ എൻ്റെ അടുത്ത് ഹായ് മാഡം ഞാൻ ധനുഷ് എന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇങ്ങനെയാണ് ക്ലാസ്സാണ്, അതാ കണ്ടീഷൻസ് ഒക്കെ ഓക്കെയാണ്, ഒന്നും അതൊരു പ്രശ്നമില്ല. നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നു, നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നു. കറക്റ്റ് എനിക്ക് എപ്പോഴും അറിയാം. ഒരു 11 രാവിലെ ഓൺലൈനാട്ടോ, കറക്റ്റ് 11 ആകുമ്പോഴേ കറക്റ്റ് വിളിക്കും. കറക്റ്റ് 12:01 പോവില്ല. ടൈം വാച്ച് രാവിലെ മറ്റേ വിഭൂതിയെല്ലാം ഇട്ട് രുദ്രാക്ഷമൊക്കെ ഇട്ട് ഇങ്ങനെ വന്നിരിക്കും. അവിടുന്ന് എനിക്ക് പുക കാണാം, ഇങ്ങനെ ഭസ്മവും അല്ല മറ്റേ എന്താണ് സാമ്പ്രാണി ഇതെല്ലാം വച്ച്. സോ കറക്റ്റായിട്ട് പഠിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് കൊറോണ നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നു എനിക്ക് ചിലപ്പം വരാൻ പറ്റുമോ അറിയില്ല കണ്ടിന്യൂ ചെയ്യാൻ. കാരണം US പോയി, പിന്നെ ഡൽഹിയിൽ ഹിന്ദിയിലൊക്കെ അഭിനയിച്ച് അങ്ങനെ പുള്ളി അങ്ങ് തിരക്കായി പോയി. പിന്നെ ഇപ്പം കോണ്ടാക്റ്റ് ഒന്നുമില്ല. പിന്നെ ഇവളെ മറ്റേ ആ പടത്തിലെ ഒരു പാട്ട് പാടി, പക്ഷെ അത് പുള്ളി അറിഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. അറിഞ്ഞിരിക്കും, ഓഫ് കോഴ്സ് അറിഞ്ഞാണ്. അത് വേറെ തിരക്കിട്ടുണ്ടാവും. അതെ, ആരാ പാടിയെന്നൊക്കെ. റഹ്മാൻ സാറിന്റെ അടുത്ത് ഇത് എത്തിയിട്ടുണ്ടായിരിക്കോ ശിവാംഗിയുടെ? റഹ്മാൻ സാറിന് ഇവളുടെ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇത് അവര് പുള്ളിയെ പറഞ്ഞില്ല, അമ്മ പറഞ്ഞ വീഡിയോ ഉണ്ടല്ലോ പറഞ്ഞത്. ഹണി, നിങ്ങൾക്ക് ഹണി വോയിസ് എന്ന് പറഞ്ഞു. അതുപോലെ സാർ എന്തെങ്കിലും അഡ്രസ് ചെയ്ത പോരെ? നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കിച്ചണിൽ ഹണി ഇല്ലെങ്കിൽ ശിവാംഗിയുടെ വോയിസ് ഇട്ടാ മതിയെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, അത്രേ പറഞ്ഞോളൂ. അത്രയൊക്കെ പറഞ്ഞില്ലേ? എന്താണ് സാറിന്റെ വാക്യത്തുനിന്ന് അത്രയൊക്കെ കേൾക്കാന്ന് പറയാം. സാറ് ഞങ്ങൾ ഇപ്പൊ ഞാനും വിനീത് ശ്രീനിവാസൻ നമ്മളുടെ ഇന്റർവ്യൂവിന്റെ ചെറിയൊരു ഭാഗം ഇട്ടപ്പോ ഉണ്ടല്ലോ, എനിക്കിങ്ങനെ ധരിച്ചു വന്നു. ഞാനത് കണ്ടപ്പോ ഉണ്ടല്ലോ ഭയങ്കര അങ്ങനെ ഒരു ഫീലൊക്കെ ഉണ്ടാവുക എന്ന് പറയാൻ നമുക്ക് ജീവിതത്തിൽ ചിലപ്പോൾ 1-2 വട്ടമൊക്കെയാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ ശിവാംഗി പഠിക്കണം എന്നുള്ളത് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അങ്ങനെ വിട്ട് കളയാൻ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവളുടെ കുസൃതി അത്രയ്ക്കും മേലെ ആയിരുന്നോ? അതെ അതെ, മറ്റ് പിള്ളേരെ എല്ലാം എനിക്ക് നിലയ്ക്ക് നിർത്താൻ പറ്റും, എന്റെ പിള്ളേരെ നിലയ്ക്ക് നിർത്താൻ പറ്റില്ല. പക്ഷെ മറ്റേ ആൾ അങ്ങനെയല്ലല്ലോ, കുറച്ചുകൂടെ സൈലന്റ് അല്ലേ? അവൻ കുറച്ചുകൂടെ സൈലന്റ് ആണ്. പക്ഷെ അവനും പാട്ട്, അവനോട് ഞാൻ എടാ ഒരു ഇത് പഠിക്കുക, ഒരു വർണ്ണം പഠിക്കുക, വർണ്ണം ഒരു 10 വർണ്ണം ഞാൻ പാടി കേൾപ്പിച്ചു. ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരെണ്ണം അറിയാം. നോക്കുമ്പോൾ അവൻ അതെല്ലാം പാടുന്നു. അവനും അതെല്ലാം പാട്ടിനെടുത്ത് പഠിച്ചത് നല്ല. അതെ, ഞാൻ എന്റെ ബ്രദറാണ് പാട്ടിനെടുത്ത് പോയി പഠിച്ചേ. ഓർമ്മയുണ്ട് അവൻ അതെല്ലാം. ഞങ്ങൾ പാട്ടിരിക്കുന്നു അല്ലേ, പാട്ടി രാവിലെ എഴുപ്പി വിടും. രാവിലെ എഴുന്നേപ്പിച്ചിട്ട് പൂജ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. എന്നിട്ട് കുക്കിംഗ്, അതിന് വന്ന് അപ്പളം പൊരിക്കാനല്ല, പപ്പടം പൊരിക്കാനല്ല പഠിപ്പിച്ചു ഫസ്റ്റ് എനിക്ക് പാട്ടിയാ. അത് കഴിഞ്ഞിട്ട് വലിയ പഠനം പാട്ടി എനിക്ക് രസം വെക്കാൻ കൂടെ പഠിപ്പിച്ചു. രസം വെക്കാൻ പഠിക്കുന്ന വലിയ പഠനം തന്നെയാണ്. ഞങ്ങൾക്ക് രസം വെച്ച് തന്നിട്ടുണ്ട്. ആവശ്യമുള്ളപ്പോ വെച്ചോളൂ അല്ലേടാ. ഞാൻ പുതിയ വീട്ടിൽ ഷിഫ്റ്റ് ആയിട്ട് ഞാൻ രസം ഉണ്ടാക്കും. രസം വെക്കാൻ പഠിച്ചു. വത്തക്കുഴമ്പ് ആർക്ക് വേണം? കണ്ടാ ഇങ്ങനെ ഇരിക്കുന്നവരെ അമ്മയ്ക്ക് ഞാൻ എന്തിനാ കുക്ക് ചെയ്ത് തരണ്ടേ?
അപ്പൊ അന്ന് പാട്ടി മര്യാദക്ക് ഇരുന്ന് ഞങ്ങൾ കുക്ക് ചെയ്ത് തരും. എന്നിട്ട് പാട്ടി വന്ന് തൈര് സാധം ഉരുണ്ട ചെയ്ത് അതിൽ ഓട്ടയിട്ട് ഇത് രസം എല്ലാം ഇട്ട് ഇങ്ങനെ വായിൽ ഊട്ടി തരും. തൈര് സാധത്തില് ഒരു ഉരുളയിൽ ഒരു ഓട്ട ഇടും, എന്നിട്ട് അതിൽ വത്തക്കുഴമ്പ് ഇങ്ങനെ ഊത്തും. എന്നിട്ട് ഓഫ് എന്നാ ടേസ്റ്റ് ആണെന്നറിയാമോ? സെമ്മ ടേസ്റ്റ്. ഞങ്ങളെല്ലാം കൈയോടെ ഇങ്ങനെ നിൽക്കും, ഞാന് ബ്രദറ്, ചില സമയം താത്ത കൂടെ നിൽക്കും. താത്ത എന്നിട്ട് എല്ലാരും വന്ന് പാട്ടി ഒരു രണ്ടാം നിറയെ തൈര് സാധം വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിട്ട് ഓട്ട ഇട്ടിട്ട് ഇങ്ങനെ ഇത് അതെല്ലാം ഒരു കാലം. നമുക്ക് വടക്കേ ഓട്ട ഇടാൻ അറിയില്ല. അത് ഈ അതായത് റീസെന്റ് ആയിട്ട് ടോപ്പ് കുക്ക് ഡൂപ്പ് കുക്ക് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ ഞാൻ പോകുന്നുണ്ട്. അപ്പൊ അതിനകത്ത് എനിക്കും ഒരു ചലഞ്ച് തന്നു, വട ഉണ്ടാക്കാൻ. നമുക്ക് ഈ വടക്ക് ഓട്ട ഇട്ടിട്ടുള്ള അങ്ങനത്തെ നമുക്ക് അറിയത്തില്ല, ഞാൻ ചെയ്യാറുമില്ലല്ലോ. എന്നിട്ട് വട ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു ലൈറ്റർ ഒരെണ്ണം എടുത്തിട്ട് അതിൽ കുറച്ച് നീണ്ടിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, അങ്ങനെ എല്ലാ വടയും ഇങ്ങനെ കയറ്റിയിട്ടിട്ട് അങ്ങനെയാണ് വട ഉണ്ടാക്കിയത്. നോക്കൂ, തിരിച്ചു നല്ല സൂപ്പർ വട. എന്തിനാ ഇത് പറഞ്ഞെന്ന് പോലും അറിയാം. അതെ അതെ, അത് വേറൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പോട്ടെ, നമുക്കൊരു പാട്ടുകൂടെ പാടിയിട്ട്. ശിവാങ്കി, ഞാൻ ഇതൊക്കെ പറഞ്ഞാലും ഞാൻ ഇടയ്ക്ക് ഈ രാഗവിദ്യ എന്നുള്ള രാഗരസമൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അതിൽ പന്തപുരാളി രാഗരസം ചെയ്തതിൽ അപ്പം ആ നേരത്തെ ഇങ്ങനെ പഠിക്കണേന്ന് പറഞ്ഞിട്ട് ഒരു കീർത്തനം പഠിപ്പിച്ചു കൊടുത്തു. രഘുവര ഞാപകൊണ്ടോ ഞാൻ വെറുക്കാം വള്ളാമ രണ്ടുപേരെ. പക്ഷെ അതിൽ എത്ര സംഗതി അതിനല്ലേ പാടിക്കുക. മരവത ഗുണ രാമ രഘുവര നന്നു 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 മരവത ഗുണ. പാടിയാ മതി, ഇടയ്ക്ക് നിർത്തണ്ട. അതൊക്കെ എങ്ങനെ വരും എന്നുവെച്ചാ ഇതൊക്കെ പാടി നോക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇതുപോലെ കൺഫ്യൂഷൻ വരും. അയ്യോ, എനിക്ക് പഠിപ്പിച്ച സംഗതി വേറെ, ഇപ്പൊ പാടിയത് വേറെ. അവിടെ മാറ്റി പാടിയിട്ട് മനോധർമ്മം അനുസരിച്ച് മാറ്റുകയാണ്. എന്നെ പഠിപ്പിച്ച വാക്കാണ് കേട്ടോ. എന്നെ കുറച്ച് തേർഡ് സംഗതി ആക്ച്വലി ഈ പാട്ടിന് 7-8 സംഗതി ഉണ്ട്. 7-8 സംഗതി ഉണ്ട്. അത് 3 പിരിച്ചത് നീ പറഞ്ഞില്ല. അതെ 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 അതെ, അത് കയറി പാടിയിട്ട് ചുമ്മാ ഫൗള് കളിച്ചിട്ട് നമ്മൾ പിന്നെ ഇതെന്ത് കളിച്ചാലും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മുന്താനത്ത് കൂടെ എടി രജനീഷ് വരുന്നുണ്ട്, അത് പറയാം രജനീഷ് വരുന്നുണ്ട്. രജനീഷ് വരുന്നുണ്ട്, നമുക്ക് രഘുവര പാടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എത്ര സംഗതി ഉണ്ടോ അത് വോയിസ് നോട്ട് അയക്കാൻ പറഞ്ഞു. ഇനി ഒരിക്കലും അയച്ചില്ല. എന്നിട്ട് ആ കുട്ടിയെ പറ്റിച്ചതാണ്. പഠിച്ച കുട്ടി വോയിസ് നോട്ട് അയക്കാൻ പറഞ്ഞത് ശരിയാണ്. അതൊരു 4 സംഗതിയിൽ ഒതുക്കാന്നാണ് ശിവാനി വിചാരിച്ചത്. എത്ര സംഗതി? അതെ, ഇവർക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് പാടുക, എന്നിട്ട് മനോധർമ്മവും കൂടെ പാടുക, എന്നിട്ട് നമ്മളെ കുറ്റം പറയുക. നടക്കൂടാ അത്. ഇങ്ങനെ സത്യമൊക്കെ വിളിച്ചു പറയാൻ പാടില്ല. ഞാനാണെ അത് പുതുതായിട്ട് പാടും. ടീച്ചറാ, വലിയ ടീച്ചറാ.